ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമ്മുടെ IDFC ബാങ്കിന്റെ ഫസ്റ്റ് ടേൺ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ അറിയുന്നതായിരിക്കും, ഇത് ആക്ച്വലി ഒരു സെക്യൂർ കാർഡാണ്. അതായത് നമ്മൾ FD ഇട്ടിട്ട് കിട്ടുന്ന ഒരു കാർഡാണ്. നിങ്ങൾക്ക് അറിയാം IDFC ബാങ്കിന്റെ ഓൾറെഡി ഒരു ഇങ്ങനത്തെ ഒരു കാർഡ് ഉണ്ട്, വൗ കാർഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ ഡിഫറൻസ് എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ കുറച്ചും കൂടിയും ഒരു ക്യാഷ് ബാക്സും അതുപോലെ തന്നെ എന്താ പറയുക ബെനിഫിറ്റ്സും സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാം. അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസും കാണാത്ത പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മുടെ എല്ലാ കമന്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GHT വേൾഡ് കാണാത്ത പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളതിൽ ടെക്നിക്കലും ഫൈനാൻഷ്യൽ ന്യൂസുകളും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കട്ടെ. മറക്കണ്ട, ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ആക്ച്വലി ഒരു ലൈഫ് ടൈം ഫ്രീ കാർഡല്ല ഫസ്റ്റ് ടേൺ കാർഡ് എന്ന് പറയുന്നത്, പക്ഷേ സെക്യൂർഡ് കാർഡാണ്. അതായത് നമുക്ക് മിനിമം 5000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ കാർഡ് കിട്ടും. പക്ഷേ ഈ കാർഡിൻ്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം. ഇതിന്റെ ഫസ്റ്റ് ഗുണം എന്ന് പറയുന്നത് തന്നെ നമുക്ക് 100% ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ 100% ആയിട്ട് കൂടുതൽ ക്രെഡിറ്റ് ലിമിറ്റും ഡബിൾ ആയിട്ടൊക്കെ കിട്ടാനുള്ള ചാൻസും അവർ പറയുന്നുണ്ട്. അതായത് നിങ്ങളൊരു 5000 രൂപ FD ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം 5000 രൂപ FD കിട്ടും, ചിലപ്പോൾ 10000 രൂപയും കിട്ടും, ഡബിൾ ആയിട്ടും കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ അവർ കൊടുക്കുന്നുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ റൂപേ വേരിയന്റിൽ വരുന്ന ഒരു കാർഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് UPI ട്രാൻസാക്ഷൻ ഉപയോഗിക്കാൻ പറ്റും. ഫിസിക്കൽ കാർഡും ഉണ്ട്, വിർച്വൽ കാർഡും ഉണ്ട്. നിങ്ങൾക്ക് വിർച്വൽ കാർഡ് മാത്രം മതി എന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ചാർജും സംഭവമൊന്നും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ 199 രൂപ പ്ലസ് GST നമുക്ക് എക്സ്ട്രാ കൊടുക്കണം ഇഷ്യൂ ചാർജായിട്ട്. അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്ലസ് അല്ല, ഒരു മൈനസ് പോയിന്റ്. പിന്നെ റൂപേ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് കുറേ ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് UPI ഉപയോഗിക്കാം. നിങ്ങൾ IDFC ബാങ്കിന്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ UPI പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 1% ക്യാഷ് ബാക്ക് നമുക്ക് ഈ സാധനത്തിൽ കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അതിന് ക്യാപ്പിംഗ് ഉണ്ട്, 500 രൂപ മാക്സിമം നമുക്ക് ഒരു മാസത്തിൽ കിട്ടുള്ളൂ. നിങ്ങൾ ഈ IDFC ബാങ്ക് ത്രൂ അല്ല നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ UPI ആപ്പിൽ കൂടെ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് 0.5% കിട്ടുള്ളൂ, അതിൻ്റെ പകുതി. അപ്പോൾ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ IDFC ബാങ്കിന്റെ ആപ്പിൽ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1% കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. QR കോഡ് സ്കാനിങ് ആയിക്കോട്ടെ, ബാക്കി എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് 0.5% കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെയാണ്. പക്ഷേ ഇതിന് ആനുവൽ ഫീസും ജോയിൻ ഫീസും വരുന്നുണ്ട്. 499 രൂപ പ്ലസ് GST ആണ് നമുക്ക് ആനുവൽ ഫീസും ജോയിൻ ഫീസും വരുന്നത്. പിന്നെ അതും പോരാണ്ട് നമുക്ക് Paytm മൂവീസിൽ നമുക്ക് 25% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാക്സിമം ഒരു മാസം 100 രൂപ നമുക്ക് ഡിസ്കൗണ്ട് നമുക്ക് എക്സ്ട്രാ നമുക്ക് ഇതിനൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ല കാര്യം തന്നെയാണ് അത്. പ്രത്യേകിച്ച് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ആക്ച്വലി IDFCയുടെ വൗ കാർഡിനെയും ഇപ്പോൾ സ്റ്റുഡൻറ് കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു എന്താ പറയുക, നിങ്ങൾ ഇപ്പോൾ IDFC വൗവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കത് വിസ കാർഡാണ്. പിന്നെ അവർ എക്സ്ട്രാ അതിൻ്റെ കൂടെ ഓഫർ കൊടുക്കുന്നുണ്ട് നമുക്ക് വിർച്വൽ UPI കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിന് വലിയ ബെനിഫിറ്റ് സംഭവമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു സെക്യൂർഡ് കാർഡായിട്ട് റൂപേ വേരിയന്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ ഈ കാർഡ് നല്ലതാണ്. പക്ഷേ ചാർജ് ഉണ്ട്, അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു എന്താ പറയുക ഒരു സെക്യൂർ കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന കാർഡ് ക്രെഡിലിയോൻ്റെ XBM ബാങ്കിൻ്റെ കാർഡും അല്ലെങ്കിൽ മാഗ്നറ്റ് FD കാർഡുമാണ്. അപ്പോൾ രണ്ടെണ്ണത്തിനും iOS-ന് ഇഷ്യൂസ് ഉണ്ട്, iOS-ന് ആപ്പുകൾ ഇഷ്യൂസ് ഉണ്ട്. അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻ സംഭവത്തിനൊക്കെ 1% ക്യാഷ് ബാക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മാസം കഴിഞ്ഞാൽ അവരെ പുതിയ എന്താ പറയുക ഈ റിവാർഡ് റേറ്റ് സംഭവങ്ങളൊക്കെ ഇറക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സംഭവം നിർത്തിയിട്ട് പുതിയ റിവാർഡ് പോയിന്റ് സംഭവങ്ങളൊക്കെ ഇറക്കാൻ പോകണം. അപ്പോൾ അതും ഇതിനായിട്ട് നല്ലതാവാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് നല്ല കോമ്പറ്റീഷൻ വരുന്നത് കൊണ്ട് തന്നെ ഇതിനായിട്ടും 1% ആയിട്ടും കൂടാനാണ് ചാൻസ് ഇനി. അപ്പോൾ പക്ഷെ അത് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്രീ കാർഡാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ സംഭവം ഒന്നും കൊടുക്കണ്ട. 90% നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് തരുന്നുണ്ട്. അതായത് നമ്മൾ 5000 ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 90% നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി നിങ്ങൾ സാധാ ക്രെഡിറ്റ് കാർഡാണ് വിസ കാർഡാണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് എടുത്താൽ മതി. ഞാൻ എന്തായാലും ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ എല്ലാ ലിങ്കുകളും ഞാൻ താഴെ കൊടുക്കാം. IDFC ബാങ്കിൻ്റെ ഞാൻ ലിങ്ക് കൊടുക്കാം. IDFC ബാങ്കിൻ്റെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ബേസിക് കാർഡ് അപ്ലൈ ചെയ്ത് നോക്കുക. അതായത് സെക്യൂർഡ് കാർഡ് അൺസെക്യൂർഡ് കാർഡ് അപ്ലൈ ചെയ്ത് നോക്കുക. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ അൺസെക്യൂർഡ് കാർഡിലേക്ക് പോയാൽ മതിട്ടാ. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു IDFC ബാങ്കിന്റെ ലിങ്കാണ്, നമ്മുടെ റെഫറൽ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സെറ്റാവിൻ്റെ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നമ്മുടെ അതുപോലെ തന്നെ വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ സെക്യൂർഡ് കാർഡിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇൻകം പ്രൂഫിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും കിട്ടുന്ന സംഭവമാണ്, സിവിൽ സ്കോർ ആവശ്യമില്ല. ആക്ച്വലി എന്തിനാണ് നമ്മൾ അൺസെക്യൂർഡ് കാർഡ് എടുക്കുന്നത്? സിവിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഈ സാധനം എടുത്താൽ മതിട്ടാ. അല്ലാണ്ട് നിങ്ങൾക്ക് ഓൾറെഡി വേറെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ആളൊന്നും ഈ സാധനം ഒന്നും എടുക്കണ്ട. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് സിബിൽ സ്കോർ കുറവാണ്, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ സാധനം പോയിട്ട് എടുക്കാം. അതായത് സെക്യൂർ കാർഡ് പോയിട്ട് എടുക്കാം. മാഗ്നറ്റ് കാർഡ് ആയിക്കോട്ടെ, ക്രെഡിലിയോ കാർഡ് ആയിക്കോട്ടെ, ഇപ്പോൾ IDFCയുടെ വൗ കാർഡ് ആയിക്കോട്ടെ, IDFCയുടെ ഈ ഫസ്റ്റ് ടേൺ കാർഡ് ആയിക്കോട്ടെ, ഇതെല്ലാം സിബിൽ സ്കോർ കുറവുള്ളവർക്ക് എടുക്കാനുള്ള സംഭവമാണ്, സ്റ്റുഡൻസിന് എടുക്കാനുള്ള സംഭവമാണ്. നിങ്ങൾക്ക് സിബിൽ സ്കോർ എന്താ പറയുക നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് നല്ല സ്കോർ ആക്കാനുള്ള ഒരു സംഭവമാണിത്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഈ FD ടൈമേ ഇൻട്രസ്റ്റും കിട്ടും. അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ നോർമൽ FD ഇടുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് FD ഇടാം.
അതിന് പകരം നമുക്ക് ആ ലിമിറ്റ് നമ്മുടെ കാർഡിലും കിട്ടും, അത് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ സെക്യൂർഡ് കാർഡിന്റെ ഗുണം എന്താ, നമ്മൾ FD ഇട്ടിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ ക്രെഡിറ്റ് കാർഡ് എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതാണ് ഇതിൻ്റെ ഒരു ഗുണം. മെയിനായിട്ട് സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ലാണ്ട് നമുക്ക് ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന FD നമുക്ക് ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ട്. അതല്ലാണ്ട് നമുക്ക് ആ നമ്മൾ നോർമൽ FD ആണ് ഇടുന്നതെങ്കിൽ ആ ക്യാഷ് അവിടെ ഫുൾ ബ്ലോക്ക് ആണല്ലോ. അതിന് പകരം നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡും കിട്ടുന്നുണ്ട്, അതിൽ ലിമിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് അത് ലൈഫ് ടൈം ഫ്രീ കാർഡാണെങ്കിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും കൊടുക്കുന്നു വേണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം കാർഡിൻ്റെ മെയിൻ ഒരു കോൺ എന്ന് പറയുന്നത് അതാണ്. അതിന് ചാർജ് ഉണ്ട്, 500 രൂപ വരുന്നുണ്ട്, ജോയിൻ ഫീസും വരുന്നുണ്ട്, ആനുവൽ ഫീസും വരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ, എന്നാലും കുഴപ്പമില്ല. വലിയ റൂപേ പേരിൽ ഒരു FD കാർഡ് വേണമെന്നുള്ളവർക്ക് പിന്നെ വേറെ ഓപ്ഷനൊന്നും ഇല്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്തപ്പോൾ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് സംഭവം കൊടുത്തിട്ടുണ്ട്, ടെലിഗ്രാം ചാനലിൽ നമ്മുടെ, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് കാണാം, ബൈ.